2024 ഇലക്ഷൻ ആയല്ലോ. യു പി പിടിച്ചാൽ ഇന്ത്യ ഭരിക്കും. പ്രാവശ്യത്തെ സർവേ റിപ്പോർട്ടുകൾ യു പിയിലെ അപ്രമാദിത്യം BJPയുടെ കയ്യിൽ തന്നെയായിരുന്നല്ലോ യു പി. എന്നാലും ഏകദേശം മൊത്തം സീറ്റും അതായത് 73-75 സീറ്റ്, ചിലയിടത്ത് പറയുന്നത് 80 സീറ്റും പിടിക്കുമെന്ന്. യു പിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തർപ്രദേശിൽ ഒരു ക്ലീൻ സ്വീപ്പ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ 7 ഘട്ടങ്ങളിലും അവിടുത്തെ മണ്ഡലങ്ങളിൽ പോളിംഗ് ഉണ്ട്. 80 സീറ്റ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു മേഖലയാണത്. ഈ പറഞ്ഞ പോലെ ഉത്തർപ്രദേശ് പിടിക്കുന്നവൻ ഡൽഹി ഭരിക്കും എന്ന് പഴഞ്ചൊല്ല് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ BJPക്ക് 2 പാർട്ടികളുമായിട്ട് മാത്രമേ സഖ്യമുള്ളൂ, അപ്നാദളും നിഷാദ് പാർട്ടിയും. അത് ആ നിഷാദ് പാർട്ടിയൊക്കെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മഠം നിൽക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ ആ ഭാഗത്ത് ഒരു MP ഒരാൾ ഗോരഖ്പൂര് ഗോരഖ്നാഥ് പീഠം ഇരിക്കുന്ന ആ ഭാഗത്താണ് ഈ നിഷാദന്മാർ ഉള്ളത്. അതുകൊണ്ടാണ് നിഷാദ് മുമ്പ് BJPയൊക്കെ ആയിട്ട് സഹകരിച്ചിരുന്ന ഒരാൾ പിന്നെ പോയി അതിൽ ചേരുകയും പിന്നെ അയാൾ തന്നെ അവിടെ MP ആവുക. അതുകൊണ്ടാണ് നിഷാദ് പാർട്ടിയായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും SP-യും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അതിൽ SP-ക്ക് 63 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് വെറും 17 സീറ്റിലാണ് മത്സരിക്കുന്നത്. പക്ഷേ അത് ഈ ഒരുമാതിരി പോൾ പ്രഡിക്ഷൻസിലൊക്കെ കോൺഗ്രസിന് 0 0 തന്നെയാണെന്നാണ് സർവേകളിലൊക്കെ വരുന്നത്, 0 BSP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ 77 സീറ്റാണ് അവസാനം വന്ന ന്യൂസ് 8ൻ്റെ പോളിൽ ഞാൻ കണ്ടത്. 77 സീറ്റ് BJP കിട്ടും, 2 സീറ്റ് കോൺഗ്രസിന് കിട്ടും. ഒന്നും കിട്ടത്തില്ല. 0 എന്നുള്ളത് ഇതിനു മുമ്പ് ഇന്ത്യ TV സർവേയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയും വരാം, 0 ആകാം. അങ്ങനെ 0 ആവുകയാണെങ്കിൽ 80 സീറ്റും BJP നേടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് വരും അത്. ഇതിലിപ്പോൾ 77-2-1 1 സീറ്റ് BSPക്ക് എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ രാമചന്ദ്രൻ സാർ പറഞ്ഞതിനകത്ത് ഈ സർവേക്കകത്തൊന്നും നമുക്ക് അതിശയം വിചാരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സംസാരമായിരുന്നു UP എന്ന് പറഞ്ഞു. UP അതിനു മുമ്പ് BJPയുടെ കയ്യിലായിരുന്നല്ലോ. കല്യാൺ സിംഗ് നേരത്തെ ഭരിച്ചിരുന്നു. അല്ല, UP കഴിഞ്ഞ 2014 തന്നെ BJPയുടെ അപ്രമാദിത്വം ഉണ്ട്, 67 സീറ്റുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം UP പിടിച്ചാൽ BJPയെ തകർക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തളയ്ക്കാമെന്നുള്ള രീതിയിൽ BSP, SP, കോൺഗ്രസ് വലിയ വിഷയം. അപ്പം തന്നെ കണക്ക് വരുമ്പോൾ ഏതാണ്ട് 68-67% വോട്ട് വരികയാണ്. ഇവരുടെ 3 പേരുടെയും കൂടെ വോട്ട് പിടിച്ചു. അപ്പോഴത്തേന് ഇവിടുത്തെ മനോരമയും കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാം കൂടെ UPയിലെ കണക്കും എല്ലാം കാണിച്ചു വന്നു. അപ്പം അന്നും എനിക്ക് പരിചയമുള്ള, ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു RSS പ്രവർത്തകൻ. പുള്ളി ചോദിച്ചാൽ പറഞ്ഞു, വെളിയിൽ കിടന്ന് പറയുന്നത് പോലെ അല്ല, SP-യും BSP-യും മേൽ നേതാക്കന്മാർ മാത്രമേ അവിടെ ഒക്കത്തുള്ളൂ, അജാതി സമവാക്യങ്ങൾ അവിടെ ഒക്കത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 60-65 സീറ്റിനും ഇടയ്ക്ക്. ഞാൻ പുള്ളിയെ ഒന്ന് ചിരിച്ച്, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയൊരു നേതാവാണ് ഞാൻ പരിചയത്തിന്. പക്ഷേ 63 സീറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ ആ സാഹചര്യം ഒന്നും അല്ല ഇപ്പോഴത്തെ സാഹചര്യം ഇല്ല സാറേ. ഇപ്പം UPയിലെന്ന് പറഞ്ഞാൽ യോഗി എന്ന് പറഞ്ഞാൽ UPയിലെ ആൾക്കാർക്ക് വളരെ കൺവീൻസിങ് ആയിട്ടുള്ള ഒരു നേതാവ്, ഇന്ത്യ മൊത്തം അംഗീകരിക്കുന്ന ഒരു നേതാവ്. അപ്പം UP ഗുജറാത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ അമിത്ഷാ പ്രവർത്തിച്ചത് ഉത്തർപ്രദേശിലാണ്. അന്ന് ഉത്തർപ്രദേശിൽ പാർട്ടിയെ ഒന്നുമല്ലാതിരുന്ന പാർട്ടിയെ അദ്ദേഹം വളർത്തിയെടുത്തു. എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റി വരെയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനൊക്കെ സജ്ജമാക്കി, ആളുകളൊക്കെ കണ്ടെത്തി. അന്നും അദ്ദേഹം പറഞ്ഞിരുന്നു 67 സീറ്റോളം പത്രപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പത്രപ്രവർത്തകർക്ക് വല്ല വിവരമുണ്ടോ? അവരെ അത്ഭുതപ്പെടുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ അത്രയും സീറ്റ് അവിടെ കിട്ടുകയും ചെയ്തു. ഇതാണ് അങ്ങോട്ടും രാമചന്ദ്രൻ സാർ പത്രപ്രവർത്തകർ അങ്ങനെ ചോദിക്കുന്നതിന് കുറ്റം പറയാനൊന്നുമില്ല. കാരണം ഒന്നുമില്ലാത്ത UPയിൽ ഗുജറാത്തിൽ കയറണ്ടെന്ന് പറഞ്ഞ അമിത്ഷാ എന്നാൽ പിന്നെ UP നിൽക്കാന്ന് പറഞ്ഞാൽ UPയിലെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം അമിത്ഷാ എന്താണെന്നും ഒന്നും വലിയ വിവരമൊന്നുമില്ല. അമിത്ഷാ ഗുജറാത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യന് അവിടുത്തെ കാര്യങ്ങളായിട്ട് പത്രങ്ങളിലൊക്കെ വന്ന് അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ. പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഞാൻ ഉത്തർപ്രദേശിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്.
അങ്ങനെ പോകുമ്പോൾ ഖജുരാഹോ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഖജുരാഹോ ഇരിക്കുന്ന മണ്ഡലത്തിൽ പോകുമ്പോഴാണ് ഉമാഭാരതി അവിടെയാണ് മത്സരിക്കുന്നത്. ഖജുരാഹോ കുറച്ച് ഈ ടൗണിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അന്ന് അവർ തന്നെ ഓടിക്കുന്ന ഒരു ജീപ്പിൽ, വലിയ ജീപ്പിൽ ആണ് സഞ്ചരിക്കുന്നത്. അവർ തന്നെയാണ് ഡ്രൈവർ, ഉമാഭാരതി. അന്ന് ഇവിടുത്തെ EMSനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോയിരുന്നു. അന്ന് നമ്മുടെ രാജമാത സിന്ധ്യ അവർ ഇങ്ങനെ മറ്റേ വാജ്പേയി, ഗ്വാളിയർ, അങ്ങനെ കുറച്ച് മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്, BJP വിരലിലെണ്ണാവുന്നതൊക്കെ ആയിട്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ BSP ഒക്കെ SP വൃത്തികെട്ട ജാതി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജാതി കളിക്കുന്നത് ഈ കേരളത്തിലുമൊക്കെ CPM കളിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ബ്രാഹ്മിൻ ഹെഗമണി എന്നൊക്കെ പറഞ്ഞ അസംബന്ധം പറയുക, നമ്മുടെ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയെ ചീത്ത പറയുക, ഇങ്ങനെ ആ ജാതിയെ, ആ സവർണരെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അവർണ വോട്ട് പിടിക്കാം എന്ന് പറഞ്ഞത് ഈ അബദ്ധജടിലമായ ധാരണകളാണത്. ഒന്നാമത് ഈ യോഗി ആദിത്യനാഥ് ബ്രാഹ്മണനല്ല, അദ്ദേഹം വന്നു. എന്നാലും അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എടുത്ത് ട്രാൻസ്ഫോം ചെയ്തു ഉത്തർപ്രദേശിനെ. അവിടെ ഇപ്പോൾ BSPയുടെ ഒന്നും കഥയില്ല. അവിടെ ജാതി സമവാക്യങ്ങളൊന്നും ഒക്കുന്നില്ല. കാരണം എല്ലാവരുടെയും സ്വത്താണ് രാമൻ. ഹിന്ദുമതം എല്ലാവരുടെയും സ്വത്താണ്. ഈ അതിലെ OBC, SC, ST ഇവരെല്ലാവരും ഇപ്പോൾ BJPയുടെ കൂടെയാണ്. മാത്രമല്ല അവിടെ മുസ്ലിങ്ങളും BJPയുടെ കൂടെയാണെന്നാണ്. BJPക്ക് പരസ്യമായിട്ട് മുസ്ലിങ്ങൾ വളരെ പിന്തുണ കൊടുക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഫോട്ടോസൊക്കെ വൈറലായിക്കൊണ്ടിരിക്കും. അതെന്താന്ന് വെച്ചാൽ ഈ കപട മതേതരവാദികൾ പറയുന്നതൊന്നുമല്ല ഈ പ്രാണപ്രതിഷ്ഠ കൊണ്ട് സംഭവിച്ചത്. ഒന്നാമത് അവിടെ രാമാനന്ദി സമൂഹം, പിന്നാക്ക സമുദായത്തിനൊക്കെ ഭയങ്കര സ്വാധീനമുള്ളതാണ് ആ സന്യാസ സമൂഹം. ഏഷ്യയിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹം. അവരുടെ രീതികളനുസരിച്ചിട്ടാണ് അയോധ്യയിലെ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. അവിടെ മുസ്ലിങ്ങൾക്ക് കയറാമല്ലോ, അത് കയറാം. അപ്പോൾ ഈ അയോധ്യയിൽ ഈ രാമചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ, നേരത്തെ അമിത്ഷായെ പറ്റി പറഞ്ഞതുപോലെ, ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ ഇല്ലെന്നുള്ളതല്ലേ, ഒരു പുനർജന്മം വീണ്ടും BJP കൊടുത്തത് അമിത്ഷാ തന്നെ. നമ്മൾ അമിത്ഷായെ നിസ്സാരമായിട്ട് എല്ലാവരും ഇപ്പം ചർച്ച ചെയ്യുന്നെങ്കിൽ നമ്മൾ അന്നൊന്നും അദ്ദേഹത്തെ നിസ്സാര കാര്യമായിട്ട് മാധ്യമങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒരു കളിയാക്കി ചോദിക്കുന്ന പോലെ അവിടെ നിവൃത്തികേട് കൊണ്ട് വന്ന് നിൽക്കേണ്ടി വരികയും ആ ഇലക്ഷൻ അദ്ദേഹത്തിന് ചാർജ് BJP കൊടുക്കുകയും ഇലക്ഷന് ശേഷം സാർ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്കൊരു 60-നും 70-നും ഇടയ്ക്ക് സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ വളരെ അവർക്കൊരു അഹങ്കാരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരെ വേറെ അങ്ങനെ കാര്യങ്ങൾ ചില ആളുകൾക്ക് ഇങ്ങനെ തീരുമാനിക്കുകയും ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഈ അമിത്ഷാ എടുത്ത് വളരെ കളിയാക്കി ചോദിച്ചപ്പോൾ ശരിക്കും ആ പ്രാവശ്യത്തെ ഇലക്ഷൻ വന്നപ്പോൾ 67 സീറ്റാണ് അദ്ദേഹം പറഞ്ഞു കിട്ടുക. അന്നോട്ടാണ് ഏറ്റവും ഈ അമിത്ഷാ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വർത്തമാനം പറയത്തില്ല, പത്രപ്രവർത്തനം മുമ്പിൽ പോകത്തില്ല, പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അതിനുശേഷം ഇവിടെ ഇപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ചോയ്സ് ആയിരുന്നു. അദ്ദേഹം 5 തവണ MP ആയിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. 26-ാമത്തെ വയസ്സ് തൊട്ട് അതെ, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ കാവ്യ കൊടുത്ത് നടക്കുന്നതൊന്നും പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ കപട മതേതരവാദികൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ഉത്തർപ്രദേശ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്തുമൊക്കെ ബിമാറു സ്റ്റേറ്റ്സിൽ എന്ന് പറഞ്ഞാൽ ദരിദ്ര സംസ്ഥാനങ്ങളിൽ പെടുമായിരുന്നു. ബിമാറു എന്ന് പറയുന്നത് ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP ഇതാണ് നമ്മുടെ വികസന സൂചികളിലൊക്കെ ബിമാറു സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റേറ്റുകൾ മുഴുവൻ ദാരിദ്ര്യത്തിനാണ് അറിയപ്പെടുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥ് ചേർന്ന് ആദ്യം അവിടെ ഏതോ ഒരു ആശുപത്രിയിൽ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റുമതി ഇതിലൊക്കെ വലിയ റെക്കോർഡൊക്കെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഡാറ്റാ സെൻറ്റർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശ് ഫിലിം സിറ്റി വന്നിരിക്കുന്നു, ബോളിവുഡിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന വിധത്തിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ജവാറിൽ വന്നിരിക്കുന്നു. ഇതൊക്കെ എത്ര പെട്ടെന്നാണ്, 6 കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ പഴയ പോലെ ഒരു പ്രക്ഷോഭങ്ങളും അവിടെ ഇല്ല. പൂർവാഞ്ചലിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ഇപ്പം ഉണ്ടോ? ഒന്നുമില്ല.
ബുന്ദേൽഖണ്ഡിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ടോ? അതൊന്നുമില്ല. ഇപ്പം രാമചന്ദ്രൻ സാർ ഇപ്പം പറഞ്ഞൊരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ, നേരത്തെ ഒരു കുഞ്ഞുങ്ങൾ മരിച്ച, ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു. അതായത് സാധാരണ സംസ്ഥാനങ്ങൾ സംഭവിക്കുന്നതിനകത്ത് അപ്പുറം എന്തെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ മരിച്ചു. പക്ഷേ വാർത്തകൾ കൊണ്ട് നേരത്തെ യു പിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, യു പിയിൽ യോഗി ആദിത്യനാഥ് വന്ന അന്ന് തൊട്ട് ഈ കപട മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ചില പേട് മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, ആ പറച്ചിലിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇന്ന് തന്നെ ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പുറകെ നിന്നിരുന്നു. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ഈ കേരളത്തിൽ നിന്നൊരു മാധ്യമപ്രവർത്തകനെ യു പിയിൽ പിടിച്ചത്, ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതായത് അവിടുത്തെ പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു പെൺകുട്ടിയെ മുന്നോക്കക്കാരൻ ബലാത്സംഗം ചെയ്ത് പറഞ്ഞു. ആ ഒരു ഭയങ്കര വിഷയത്തിലേക്ക് വന്നപ്പോഴാണ് ഈ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും, അതായത് ആ യു പിയിൽ യോഗി ആദിത്യനാഥിനെതിരെ വന്ന നീക്കങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നു, ആ വികസനത്തിന് അകത്തൂടെ കൊണ്ടുപോകുന്നു, അവിടുത്തെ ജാതി സമവാക്യങ്ങൾ ഇല്ലാതാക്കി ഉള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിനകത്തുമൊക്കെ വന്നപ്പോൾ ഈ കപട മതേതരവാദികളും ഈ വർഗീയവാദികളും പ്രവർത്തിച്ച് പക്ഷേ അതിനെല്ലാം തരണം ചെയ്താണ് ഈ യോഗി മുന്നോട്ട് പോകുന്നത്. യോഗിയുടെ പോക്കിനകത്ത് ഇത്തരം ആളുകളും, അല്ലെങ്കിൽ ഇത്തരം പിന്തിരിപ്പക്കാരും, അല്ലെങ്കിൽ രാജ്യത്തെ വിജയിക്കാൻ നിൽക്കുന്നവർക്കും ഒന്നും ഒരു പ്രസക്തിയുമില്ല. അവർക്ക് വിജയിക്കാൻ പറ്റാത്ത ഒരു സന്യാസിന് മുമ്പിൽ എല്ലാവരും തളർന്നു പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരു അംഗീകരിച്ചേ മതിയാവും. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് അദ്ദേഹം ഈ നേപ്പാളിലെ രാജകുടുംബത്തിൻ്റെയൊക്കെ ഈ പൗരോഹിത്യമുള്ള അതാണ് ഈ ഗോരഖ്നാഥ് പീഠം എന്ന് പറയുന്നത്, അദ്ദേഹം അധിപതിയായിട്ടുള്ള. അപ്പോൾ ഈ നേപ്പാളിൽ തന്നെ ഇപ്പോൾ ഹിന്ദു മതം തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ മാവോയിസം അവിടെ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേപ്പാൾ മാവോയിസ്റ്റുകളെ പ്രീണിപ്പിച്ചിട്ടാണ് ചൈന നേപ്പാളിനെ കൂടെ നിർത്തി കഴിഞ്ഞ കുറേ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുമൊക്കെ മാറ്റം വരാനുള്ള വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. അതിലൊരു ഘടകമാണ് യോഗി ആദിത്യനാഥ്, ദ മങ്ക് ഹൂ ട്രാൻസ്ഫോംഡ് യു പി എന്ന് പറഞ്ഞിട്ട് പുസ്തകമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൈക്രോ എൻ്റർപ്രീനർ ഇൻഷുറൻസ് സ്കീം, അങ്ങനെയൊക്കെ പല പുതിയ ആശയങ്ങളും അവിടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ഈ മറ്റേ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവർ നടത്തിയിരുന്ന പല സ്ഥലങ്ങളും വെച്ച് ഭരിച്ചിരുന്നല്ലോ. വെസ്റ്റേൺ യു പി, പടിഞ്ഞാറൻ യു പി, രാംപൂർ, ഇങ്ങനെ പല സ്ഥലങ്ങളും, അസ്ലം ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഗുണ്ടകളും ഗുണ്ടാ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഗുണ്ടാഗിരി ഉണ്ടല്ലോ ഇസ്ലാമിക, അത് മുഴുവൻ അങ്ങോട്ട് സാർ പറയുന്ന പോലെ ശരിയാ. ആർക്കും അവിടെ കൈവശം വെച്ചേക്കാനോ ഭരിക്കാനോ ഒന്നും പറ്റില്ല. ഗവൺമെൻറ് ആണ് രാജ്യം ഭരിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നത്. പക്ഷേ ആർക്കും അപ്രമാദിത്വം ഇല്ല. മുസ്ലിങ്ങൾക്കും വൃത്തിയായിട്ട് മാന്യമായിട്ടാണെങ്കിൽ അവർക്കും മാന്യമായിട്ട് ജീവിക്കാം, ഹിന്ദുക്കൾക്കും അങ്ങനെ ജീവിക്കാൻ. ഗുണ്ടാരാജ് നടക്കത്തില്ല. അതായത് നമ്മൾ എന്തുവായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യു പി ഈ ഗുണ്ടകൾ, വലിയ ധനിക ഗുണ്ടകളുടെയൊക്കെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടി. പിന്നെ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരല്ല എന്നുള്ളത് എത്രയോ വ്യക്തം. കാരണം യൂസഫ് അലിയുടെ ഏറ്റവും വലിയൊരു മാള് വന്നു, മുഹമ്മദ് ഷമി ക്രിക്കറ്റർ. അതുപോലെ മറ്റേ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റേഡിയം ആശ്രമം ഉണ്ടെന്ന് പറയാം. ആശ്രമത്തിൽ മൊത്തം മുസ്ലിങ്ങളാണ്, അത് ആശ്രമവാസികൾ, അവിടുത്തെ ജോലിക്കാരൊക്കെ. അപ്പം യു പി യോഗി ഭരിക്കും, അതായത് BJP ക്ലീൻ സ്വീപ്പിൽ വരും. ഇന്ത്യ നരേന്ദ്രമോദി വീണ്ടും ഭരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.